ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫോർക്ക് വെച്ച് ചെയ്യുന്ന രണ്ട് ഉഗ്രൻ ടിപ്സാണ്. ഒരു ടിപ്പ് തന്നെ പക്ഷേ രണ്ടായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇത് രണ്ട് തരം ഫോർക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ചെറിയ ഫോർക്ക് വന്നിട്ട് ആദ്യം നമുക്ക് കാണിക്കുന്നത്, അതായത് ഏത് തരം തുണികളിലും പ്ലീറ്റുകൾ നമുക്ക് വളരെ ചെറുതായിട്ടും വലുതായിട്ടും വെക്കാനുള്ള ടെക്നിക്കാണ് പറയുന്നത്. അപ്പോൾ റയോൺ കുർത്തി അല്ലെങ്കിൽ റയോൺ മെറ്റീരിയലിലെ പ്ലീറ്റഡ് കുർത്തി, ഫ്രണ്ട് പ്ലീറ്റഡ് കുർത്തി, സൈഡ് പ്ലീറ്റഡ് കുർത്തി, ഫ്രോക്കുകൾ, അങ്ങനെയൊക്കെ എല്ലാത്തിലും, അതായത് ഇപ്പോൾ പട്ടുപാവാട, ഇതിലൊക്കെ നമുക്ക് പ്ലീറ്റ് വെക്കാനായിട്ട് ഉള്ള സൂത്രങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഒരേപോലെ ഇരിക്കും നമുക്ക് പാൻറ്റുകൾ, പട്ടിയാല പാൻറ്റ്, അതിലൊക്കെ. അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ ചെയ്തു വരിക. അതിന് ശേഷം നമ്മളിപ്പോൾ പട്ടിയാല പാൻറ്റ്, ചുരിദാർ പാൻറ്റ്, നോർമൽ ചുരിദാർ പാൻറ്റ്, പ്ലീറ്റഡ് പാൻറ്റൊക്കെ അതിലൊക്കെ നമ്മൾ കണ്ടോ ഇങ്ങനെ ജസ്റ്റ് അതിൻ്റെ ആ പല്ലിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഏത് രീതിക്കാണോ നമുക്ക് തിരിക്കുക ആ രീതിക്ക് അങ്ങനെ തിരിക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ സൈഡിലേക്കാണ് തിരിക്കുന്നത്, ശ്രദ്ധിച്ചോളൂ. ഏറ്റവും അടിത്തയിലെടുത്ത് ഇങ്ങനെ തിരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ചുകൂടി വലുതാണെങ്കിൽ അടുത്ത നമ്മുടെ ഈ വീഡിയോയുടെ ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ തന്നെ ഫുള്ളുണ്ട്, കണ്ടോളൂ കേട്ടോ. രണ്ട് ഫോർക്ക് വെച്ച് കാണിക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ ആദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു ഇതെന്താണ്, ഇത് നമുക്ക് കൈകൊണ്ട് ചെയ്തൂടെ. പക്ഷേ ഏറ്റവും എളുപ്പമുള്ള ഒരു 4-5 പ്ലീറ്റ് എടുത്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ആ ഒരു അളവ് കറക്റ്റായിട്ട് കിട്ടുകയും പിന്നെ വളരെ സിമ്പിളായിട്ട് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് നമുക്ക് ഈ കോട്ടൺ മെറ്റീരിയൽ, അതുപോലെ തന്നെ ജോർജറ്റ്, റയോൺ മെറ്റീരിയൽ, ഏത് മെറ്റീരിയലിലാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കും. കണ്ടോളൂ കേട്ടോ. കറക്റ്റായിട്ട് പ്ലീറ്റ് ഈവനായിട്ട് വരാനായിട്ടാണ് നമ്മൾ ഈ ഒരു സൂത്രം ചെയ്യുന്നത്. ചിലവർക്കത് കയറിയും ഇറങ്ങും, കൂടിയും കുറഞ്ഞും ഒക്കെ ചെയ്യും. അപ്പോൾ അതൊന്നും ഈ ഒരു ഇതിൽ ഉണ്ടാവില്ല. ഇത് കണ്ടോ, വളരെ ചെറിയ പ്ലീറ്റായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്കാണ് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഒന്ന് നമ്മുടെ ഫേസ്ബുക്കിലുള്ള കൂട്ടുകാരൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് ബിഗിനേഴ്സിനും എല്ലാവർക്കും നല്ല കറക്റ്റായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്, പട്ടുപാവാട, പഫ് സ്ലീവൊക്കെ വെക്കുമ്പോൾ സമയത്ത് നമുക്ക് കുഞ്ഞു പ്ലീറ്റ് എടുക്കാനായിട്ട് ഇതുപോലെ ചെറിയ ഫോർക്ക് നമുക്ക് കിട്ടും. അതിൻ്റെ ഫസ്റ്റത്തെ പല്ലിൽ ഇട്ട് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചെറുതായിട്ട് നമുക്ക് പ്ലീറ്റ് കിട്ടുന്നതായിരിക്കും. പ്ലീറ്റ് എടുക്കാൻ വേറെയും ഒരുപാട് ടെക്നിക്ക് ഉണ്ട്. അത് നമ്മൾ തുടർന്നുള്ള വീഡിയോസിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. കണ്ടോ, അപ്പം ഞാനിത് ഇതുപോലെ തന്നെ ഇപ്പം കണ്ടോ വെച്ച് നമുക്ക് ആദ്യം ചെയ്ത് വരുമ്പോൾ നമുക്ക് സ്പീഡ് കറക്റ്റായിട്ട് വരും. ആദ്യം നമുക്ക് ഒന്നോ രണ്ടോ പ്ലീറ്റും എടുക്കുമ്പോൾ നമുക്ക് ആ അളവ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. പിന്നീട് നമുക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അളവ് വരികയും ചെയ്യും. അപ്പോൾ ഞാൻ അതേ പ്ലീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് ഈവനായിട്ട് നമുക്ക് പ്ലീറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ വലിയ ഫോർക്കിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് പ്ലീറ്റ് എങ്ങനെ എടുക്കാം എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ അതായത് ഞാൻ അതിൽ പലതരത്തിലുള്ള അളവുണ്ടല്ലോ, അപ്പോൾ അതിൽ വെച്ചിട്ട് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവാനും സാധിക്കും. ഇതിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് പട്ടുപാവാട, അതുപോലെ തന്നെ ചുരിദാർ പാൻറ്റിൻ്റെ പ്ലീറ്റുകൾ, പ്ലീറ്റ് കുർത്തി, എല്ലാത്തിനും നമുക്ക് ഈ ഒരു തരത്തിൽ ഇത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ മിഡിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതായത് നമ്മളുടെ ഫോർക്കിൻ്റെ പല്ലിൻ്റെ മിഡിലാണ് നമ്മൾ ഇട്ടിട്ട് നമ്മൾ തയ്ച്ച് വരിക. കണ്ടോ, അതെ ഇതുപോലെ മിഡിലിൽ കൂടെ നമ്മൾ കടത്താം. മിഡിലിൽ കൂടി കടത്തുമ്പോൾ അത്ര വണ്ണമേ നമുക്ക് അതിന് വരുള്ളൂ. കണ്ടോ, അവിടെ നിന്നുള്ള ആ മടക്കിൻ്റെ വണ്ണം മാത്രമേ നമുക്ക് ആ ഒരു പ്ലീറ്റിന് ഉണ്ടാവുള്ളൂ. ഈവനായിട്ട് വരും, നല്ല രീതിയിൽ നമുക്ക് പ്ലീറ്റ് കിട്ടുന്നതായിരിക്കും. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് ഈ പേജില്ലേ, ഈ പേജ് അങ്ങ് ലൈക്ക് ചെയ്തോളൂ. കാരണം നമുക്ക് സ്റ്റിച്ചിങ് പേജാണ് നമ്മളുടെ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് അടിക്കുക, ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോഴേ സ്റ്റിച്ചിങ് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ കേട്ടോ, ഇത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിതുപോലെ ചെയ്തു വരിക. അപ്പോൾ ആദ്യം 2-3 എണ്ണം നമുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രയാസമായിരിക്കും, പിന്നെ വളരെയധികം ഈസി ആയിരിക്കും ചെയ്യാനായിട്ട്. കണ്ടോ, അപ്പം നമ്മൾ ഇത് തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കാണിച്ചത് ഇതിപ്പോൾ നമ്മൾ കുറച്ച് വലുതിൽ നമ്മൾ ചെയ്തെടുത്ത പ്ലീറ്റുകൾ, അതായത് പട്ടുപാവാട, അതുപോലെ തന്നെ പ്ലീറ്റഡ് ഇത് സ്കേർട്ട്, അതുപോലെ ബോക്സ് പ്ലീറ്റിലൊക്കെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ടെക്നിക്കാണ് ഈ വലിയ ഇത് വയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. മറ്റേത് ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്, കാണിച്ചു തരാം. കണ്ടോ, ഇത് ഇത്തിരി വലുത്. നമ്മൾ ആദ്യം ചെയ്തത് കുഞ്ഞു ഫോർക്ക് വെച്ച് ചെയ്തതായതുകൊണ്ട് വളരെ കുഞ്ഞ് ആയിട്ടുള്ള ഇതാണ് ആദ്യം നമുക്ക് കിട്ടിയത്. കണ്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം.
താങ്ക് യു.